കോഴിക്കോട് പാലക്കാട് എക്സ്പ്രസ് ട്രെയിനിന് സ്വീകരണം നൽകി. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക ട്രെയിൻ അനുവദിച്ചത്. പാലക്കാട് എക്സ്പ്രസ് ട്രെയിനിന് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക ട്രെയിൻ അനുവദിച്ചത്. പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ, മേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി, ജില്ലാ ട്രഷറർ എം സുരേഷ് ബാബു, മീഡിയ കൺവീനർ രാജേഷ് വെള്ളാത്ത്, ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരത്തൊടി, നേതാക്കളായ ഷാജി, സരൂപ് എ, കെ പി കൃഷ്ണകുമാർ, അനിത, സജിത എന്നിവർ നേതൃത്വം നൽകി. പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്കും ഒരു തീവണ്ടി പുതുതായിട്ട് നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ചിരിക്കും. ഇന്ന് മുതൽ അതിൻ്റെ പരീക്ഷണാർത്ഥം അത് ഓടുകയാണ് ചെയ്യുന്നത്. കോഴിക്കോട് പാലക്കാട് എക്സ്പ്രസ് എന്നുള്ള പേരിലുള്ള ആ ട്രെയിന് ഇവിടെ അനുവദിക്കാൻ ബിജെപിയുടെ ആരാധനയുള്ള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി റെയിൽവേ മിനിസ്റ്റർ പീയൂഷ് ഗോയൽജിയുമായി സംസാരിച്ചതിൻ്റെ നിവേദനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയൊരു ട്രെയിന് അനുവദിച്ചിട്ടുള്ളത്. ശരിക്കും ഈ ഇടസമയങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇവിടെ നിന്ന് ഒറ്റപ്പാലത്തു നിന്നൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഷൊർണൂരിൽ നിന്ന് പട്ടാമ്പിയിൽ നിന്നൊക്കെ ബസ്സുകൾ മാറിക്കേറിയിട്ട് പോകേണ്ട സ്ഥിതിവിശേഷമാണ് ട്രെയിന് സമയത്ത് കിട്ടാറ്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ആവശ്യത്തിനും മറ്റു കാര്യങ്ങൾക്കും പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമായുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിന് ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി നരേന്ദ്രമോദി സർക്കാരിനും പ്രത്യേകിച്ച് റെയിൽവേ മിനിസ്റ്റർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുക.